2 പതിറ്റാണ്ടുകളായി ഓയൂർ നിവാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓയൂർ ഫയർ സ്റ്റേഷൻ ഇപ്പോഴും ഫയലിൽ തന്നെ. ഓയൂരിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ സംഭവിച്ചാൽ കൊട്ടാരക്കര, കുണ്ടറ, കടയ്ക്കൽ, പരവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വേണം ഫയർഫോഴ്സ് സംഘം എത്തുവാൻ. 25 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഫയർഫോഴ്സ് സംഘം എത്തുമ്പോഴേക്കും ദുരന്തം പൂർണ്ണമായിരിക്കും. ഇതോടെയാണ് ഇവിടെ ഫയർ സ്റ്റേഷൻ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യമുയർന്നത്. ഇതിനെ തുടർന്ന് അന്നത്തെ MLA ആയിരുന്ന എഴുകോൺ നാരായണൻ ഇതിന് തുടക്കമിട്ടു. 2005-ൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി തേടുകയും 42 ജീവനക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് ഓർഡറുമായി വെളിനല്ലൂർ പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലെത്തി. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ഓയൂർ കാളവയൽ റോഡിൽ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപം വീടും സ്ഥലവും വാടകയ്ക്കെടുക്കുകയും താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഈ കഴിഞ്ഞ വികസന സെമിനാറിലും ഫയർ സ്റ്റേഷന് വേണ്ടി ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ അടുത്ത പരിസരത്ത് ഒരു തീപിടുത്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുട്ടി ഇവിടെ ആറ്റിൽ വീണാലോ അല്ലെങ്കിൽ ഒരാൾ കിണറ്റിൽ വീണാലോ അല്ലെങ്കിൽ ഒരു പുരയിടത്തിൽ തീ പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു വീടിന് തീ പിടിച്ചാലോ ഇവിടെ കൊട്ടാരക്കരയിൽ നിന്നും കുണ്ടറയിൽ നിന്നും അല്ലെങ്കിൽ കടയ്ക്കൽ നിന്നുമാണ് ഇവിടെ ഫയർ ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ എത്തുന്നത്. ആ ഒരു സമയം ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞാണ് ഈ ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ ഇവിടെ വന്നെത്താൻ പറ്റുന്നത്. ഇത് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വെളിനല്ലൂർ പഞ്ചായത്തിലായാലും തൊട്ടടുത്ത് ഇളമാട് പഞ്ചായത്തായാലും പള്ളിക്കൽ പഞ്ചായത്തായാലും കല്ലുവാതക്കൽ പഞ്ചായത്തായാലും ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും പ്രയോജനമാവുന്നതാണ് ഈ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായ. ഈ ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കി നമ്മുടെ ഈ ജനങ്ങൾക്ക് വേണ്ടുന്ന പ്രയോജനമാകുന്ന രീതിയിൽ ഇത് നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് സമിതി വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട്, ഉപവാസങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇന്നേ വരെ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ബന്ധപ്പെട്ട ഭരണാധികാരികളോ MLAയോ ഇപ്പം മന്ത്രിയോ പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50 സെന്റ് നിലം വിലയ്ക്ക് വാങ്ങി മണ്ണിട്ട് നികത്തുകയും പൊതുമരാമത്ത് വകുപ്പ് 2,72 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ധനകാര്യ വകുപ്പിന്റെ അനുമതിക്കായി കൈമാറി. പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ബജറ്റിൽ തുക വകയിരുത്തുമെങ്കിലും നാളിതുവരെ യാതൊരു നിർമ്മാണ പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഓയൂർ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ഉൾപ്പെടെ നിരവധി സമരങ്ങളാണ് ഓയൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാളവയൽ പ്രദേശത്ത് ഒരു വയൽ മേടിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഫയർ സ്റ്റേഷന് വേണ്ടി വസ്തു വാങ്ങി. വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വസ്തു മാറിപ്പോയി, എഴുതിയ പ്രമാണം മാറിപ്പോയി എന്ന് തിരിച്ചറിയാം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഗവൺമെന്റിന് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫയർ സ്റ്റേഷന്റെ വസ്തു വാങ്ങിയാൽ ആ വസ്തു വാങ്ങിയത് തിരിഞ്ഞുപോയി എന്ന് 15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരുവാണെന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിനോട് നമ്മുടെ ഭരണാധികാരികൾക്കുള്ള താല്പര്യം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നീട് അതിന് മാറ്റപ്രമാണം എഴുതി. പിന്നീട് ആ വസ്തുവിൽ ഇപ്പം ചപ്പുചവറുകൾ കൊണ്ടുവന്നിട്ട് നികത്തുന്ന ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് ചോദിച്ചാലും ഫയർ സ്റ്റേഷൻ ഇതൊരു കറവ് പശു പോലെ, അല്ലെങ്കിൽ ഇതിലെ ആട്ടിനെ പഴം കാണിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ പ്രദേശത്തെ ജനങ്ങളെ വികസനത്തിന്റെ പഴം കാണിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഫയർ സ്റ്റേഷൻ. ഞങ്ങളുടെ നാട്ടിന്റെ ആവശ്യം കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഓയൂരിന്റെ ഈ വെളിനല്ലൂർ പഞ്ചായത്തിലെ ഈ പരിസര പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ഇവിടെ ഫയർ സ്റ്റേഷൻ വേണം. കാരണം നമുക്ക് കുണ്ടറയിൽ നിന്നാണ് വരേണ്ടത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പരവൂരിൽ നിന്നാണ് വരേണ്ടത്. അപ്പോഴേക്കും ഇവിടെ അത്യാഹിതം സംഭവിച്ചു. ഇപ്പൊ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഇതൊരു മലം പ്രദേശമാണ്, മല ഏരിയ ആണ്, ഇഷ്ടംപോലെ റബ്ബർ മരങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയ വെളിനല്ലൂരിൽ കഴിഞ്ഞ ദിവസം വലിയ തീപിടുത്തം ഉണ്ടായി. ഫയർ എഞ്ചിൻ പല സ്ഥലങ്ങളിൽ നിന്നും വന്നപ്പോഴത്തേക്കും പല ഭാഗങ്ങളും കത്തിക്കയറി എത്രയോ റബ്ബർ മരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പൊ അതിനൊക്കെ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ ഈ ഓയൂർ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. ഓയൂർ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.